തമാശയിൽ പറഞ്ഞാലും ത്വലാഖ് പരിഗണിക്കപ്പെടും. അപ്പോൾ സ്വാഭാവികമായും ആളുകൾ ചോദിക്കാം, മനസ്സിലില്ലല്ലോ, മനസ്സിൽ കൃത്യമായ ത്വലാഖിൻ്റെ നിയ്യത്തില്ല, അപ്പം നിയ്യത്തനുസരിച്ചാണ് അമലുകൾ സ്വീകരിക്കപ്പെടുന്നതെങ്കിൽ പിന്നെ എങ്ങനെയാണിത് പരിഗണിക്കപ്പെടുന്നത്? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാമിൽ പൊതുവായ ഒരു നിയമവുമുണ്ട്, എന്നാൽ പ്രത്യേകമായ നിയമങ്ങളുമുണ്ട്. ത്വലാഖിൻ്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില പ്രത്യേക കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അവിടെ അത് പ്രവാചകൻ കൃത്യമായി പറഞ്ഞു, 3 കാര്യത്തിൽ തമാശ പാടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം മറ്റു വിഷയങ്ങൾ പോലെയല്ല ഇത് എന്നാണ്. ഇത് ഖാസായ പ്രത്യേകമായൊരു വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസുൻ, 3 കാര്യങ്ങൾ, ജിദ്ദുഹുന്ന ജിദ്ദുൻ വഹസ്ലുഹുന്ന ജിദ്ദുൻ, അതിലെ കാര്യവും കാര്യമാണ്, അതിലെ തമാശയും കാര്യമാണ്. അപ്പോൾ പ്രവാചകൻ അത് വ്യക്തമാക്കി കഴിഞ്ഞു, ഇതിൽ തമാശ പാടില്ല എന്ന്. അതിൽപ്പെട്ടതാണ് 1 നിക്കാഹ്. ഞാൻ നിങ്ങൾക്ക് എൻ്റെ മകളെ കല്യാണം കഴിച്ചു തന്നു എന്നൊരു പിതാവ് പറയൽ, ഞാനത് സ്വീകരിച്ചിരിക്കുന്നു എന്ന് മറ്റൊരാൾ പറയൽ, ഇവിടെ തമാശക്ക് വകുപ്പില്ല. അതേപോലെ തന്നെ ത്വലാഖ്, ഞാൻ നിന്നെ ത്വലാഖ് ചൊല്ലിയിരിക്കുന്നു, അത് തമാശയിൽ പറയാൻ പാടില്ലാത്തതാണത്. അതേപോലെ തന്നെ റജ, തിരിച്ചെടുക്കൽ, ത്വലാഖ് ചൊല്ലിയതിന് ശേഷം പറയാണ് ഞാൻ നിന്നെ തിരിച്ചെടുത്തിരിക്കുന്നു. ഇതൊന്നും തമാശയിൽ ചെയ്യേണ്ട കാര്യങ്ങളല്ല, ഗൗരവമുള്ള വിഷയമാണ്. അപ്പോൾ ഈ വിഷയം പ്രത്യേകമായി തന്നെ അതിൽ തമാശ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതാണ് അതിലെ 1ാമത്തെ കാര്യം. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ ത്വലാഖിൻ്റെ വിഷയം പറയുന്നിടത്താണ് പറഞ്ഞത്, വലാ തത്തഖിദു ആയാത്തില്ലാഹി ഹുസുവ, അള്ളാഹുവിൻ്റെ വചനങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യരുത്, തമാശയായി കാണാൻ പാടില്ല. അപ്പോൾ വ്യക്തമായ നിർദ്ദേശം വന്നൊരു വിഷയമാണത്. ഇനി നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് അതിൽ തമാശയും പാടില്ല എന്ന് പറയാനുള്ള കാരണമെന്ന് ചോദിച്ചാൽ, ഒരുപാട് അഹ്കാമുകൾ, വിധിവിലക്കുകൾ ഇതിനോടനുബന്ധിച്ച് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പറയുന്ന ആൾക്കാണ് അത് തമാശയാണോ അല്ലേ എന്നുള്ളത് അറിയുന്നുള്ളൂ. ഉദാഹരണത്തിന് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, ഒരാൾ ഞാൻ നിന്നെ നിക്കാഹ് ചെയ്തിരിക്കുന്നു എന്ന് പറയുക, അല്ലെങ്കിൽ ഒരു പിതാവ് പറയാണ് എൻ്റെ മകളെ നിനക്ക് നിക്കാഹ് ചെയ്തു തന്നിരിക്കുന്നു, അദ്ദേഹം പറയാണ് ഞാൻ തമാശക്കാണ് പറഞ്ഞത് എന്ന് പിന്നീട് പറഞ്ഞാൽ അവിടെ സംഭവിക്കുന്നത് ഗുരുതരമായ വിഷയങ്ങളാണ്. അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ പറയുകയാണ് നിൻ്റെ ഉപ്പ പറഞ്ഞിട്ടുണ്ട് നിന്നെ എനിക്ക് വിവാഹം ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ വ്യക്തി അവളുമായി ഒറ്റക്കാവുന്നതോ അല്ലെങ്കിൽ അവളെയും കൂട്ടി അയാളുടെ വീട്ടിലേക്ക് പോകുന്നതോ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അവിടെ തമാശകൾ പാടില്ല. അതേപോലെ തന്നെ ഞാൻ നിന്നെ ത്വലാഖ് ചൊല്ലിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഭർത്താവിൻ്റെ മനസ്സിൽ തമാശയാണെങ്കിലും അത് കേൾക്കുന്ന സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ വിഷയമാണ്. ഈ അടുത്ത് തന്നെ ഒരു സഹോദരി ചോദിച്ചിട്ടുള്ള ചോദ്യം, വർഷങ്ങൾക്ക് മുമ്പ് അവളുടെ ഭർത്താവ് അവളോട് ഞാൻ നിന്നെ ത്വലാഖ് ചൊല്ലിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഒരു 3 ദിവസം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം പറയുന്നത് അത് ഞാൻ വെറുതെ പറഞ്ഞതാണ്, തമാശക്ക് പറഞ്ഞതാണ്. പക്ഷേ അതിൻ്റെ ബേജാറും ആ വിഷയത്തിലുള്ള പേടിയും ആ സ്ത്രീക്ക് ഇപ്പോഴുമുണ്ട്. കാരണം ഭർത്താവ് ത്വലാഖ് ചൊല്ലി എന്ന് പറഞ്ഞു, പിന്നീട് അതിനുശേഷം അവർ സാധാരണ പോലെ ജീവിക്കുകയും ചെയ്തു. പക്ഷേ മനസ്സിൽ എന്തോ ഒരു പ്രശ്നം, എന്നെ ത്വലാഖ് ചൊല്ലിയതല്ലേ, അപ്പോൾ ഞാൻ അന്യയായി തീർന്നിട്ടുണ്ടോ, ഞാൻ പിന്നീട് എങ്ങനെ അവരുമായി മറ്റു ബന്ധങ്ങൾ സ്ഥാപിക്കും, ആ സ്ഥാപിച്ചത് ഹറാമാണോ, തുടങ്ങിയ വിഷയങ്ങൾ. അപ്പോൾ ഇതിലൊന്നും തമാശ പാടില്ല. അതേപോലെ തന്നെ ഒരാൾ ത്വലാഖ് ചൊല്ലി എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ ഇദ്ദ കാലഘട്ടം ആരംഭിക്കും. 3 മാസമുറ, അത്രയും സമയം അവർ ഇദ്ദയിരിക്കണം. അതുമായി ബന്ധപ്പെട്ട ഒരുപാട് അഹ്കാമുകൾ സ്ത്രീകൾക്ക് ശ്രദ്ധിക്കാനുണ്ട്. ഇതൊക്കെ തമാശയിൽ പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക? അപ്പോൾ ഒരുപാട് നിയമങ്ങൾ ഇതിൻ്റെ പിന്നാലെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളിൽ ത്വലാഖ്, നിക്കാഹ്, റജ, തിരിച്ചെടുക്കൽ, ഇതിൽ തമാശ പാടില്ല എന്ന് പറയാനുള്ള കാരണം അതാണ്. അതുകൊണ്ട് വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കുക. ഒരുപാട് അഹ്കാമുകൾ, വിധിവിലക്കുകൾ അതുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന് മാത്രമല്ല, ഈ 3 വിഷയത്തിൽ തമാശ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടത്, ഒരു ത്വലാഖും ചെല്ലാത്ത ഒരാളാണെങ്കിൽ അദ്ദേഹം തമാശക്ക് പറഞ്ഞാലും അവിടെ ഒരു ത്വലാഖ് സംഭവിക്കും. പക്ഷേ അദ്ദേഹത്തിന് തിരിച്ചെടുക്കാൻ അവിടെ ചാൻസ് ഉണ്ട്. എന്നാൽ 2 ത്വലാഖും ചൊല്ലി പിന്നീട് വിവാഹം ചെയ്ത ആളുകളാണെങ്കിൽ അവർ പ്രത്യേകം ശ്രദ്ധിക്കണം. തമാശയിൽ പോലും അവരെന്ത് പറയരുത്, ഞാൻ നിന്നെ ത്വലാഖ് ചൊല്ലി എന്ന് പറയരുത്. കാരണം അത് 3ാമത്തെ ത്വലാഖാകും. 3ാമത്തെ ത്വലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് തിരിച്ചെടുക്കാൻ അവിടെ വകുപ്പില്ല. ഇദ്ദ കാലഘട്ടത്തിൽ പോലും തിരിച്ചെടുക്കാൻ പറ്റില്ല. ഇനി ഇദ്ദ കഴിഞ്ഞാൽ വീണ്ടും ഒരു നിക്കാഹ് ആ സ്ത്രീയെ ചെയ്യാനും പറ്റില്ല. കാരണം ഇത് 3ാമത്തെ ത്വലാഖാണ്. 3ാമത്തെ ത്വലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായും ആ സ്ത്രീയെ മറ്റൊരാൾ വിവാഹം ചെയ്ത് അയാൾ വിവാഹമോചനം ചെയ്താൽ മാത്രമേ പിന്നീട് ഈ വ്യക്തിക്ക് അവളെ സ്വീകരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളിലൊക്കെ നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം, ഗൗരവത്തിൽ കാണണം, തമാശ പാടില്ല. അല്ലാഹു